യശുരുവിന്റെ ദൈവം എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സെലക്ട് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറയാം. അത് ഈ വീഡിയോ കേൾക്കാൻ ഇടയാകുന്ന ആളുകൾക്ക് അവർക്ക് ദൈവത്തോടുള്ള അടുപ്പം അല്പം കൂടെ വർദ്ധിക്കണം. ദൈവത്തെ പറ്റിയുള്ള അറിവിൽ അവർ വളരണം. എന്തെങ്കിലും ധാരണ പെശകൾ ദൈവത്തെ പറ്റി ഉണ്ടെങ്കിൽ അത് മാറണം. ദൈവം നമ്മളെ എങ്ങനെയാ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നുള്ളത് അത് തന്നെ ഒരു കാര്യമാണ്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നുള്ളതാണ്. ഇനി പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ ആരാ? ദൈവത്തിന് നമ്മൾ ആരാ? ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഞാനിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയി, കുറേയൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ അറിയാൻ തുടങ്ങിയത്. നേരത്തെ ഇത്രയൊന്നും അറിയത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, അല്ലെങ്കിൽ തന്നെ. അപ്പോൾ ഒരുപാട് ആളുകൾക്കും ദൈവത്തെ പറ്റി അങ്ങനെയുള്ള അറിവില്ല. എന്നാൽ അറിയത്തില്ലെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലെന്നുള്ള ഈ പ്രോബ്ലം. അപ്പോൾ ഈ വിശുദ്ധ തിരുവചനങ്ങളോട് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളരണമെന്നാണ്. You better grow in your knowledge of God. അതൊരു റിക്വയർമെന്റ് ആണ്, അതൊരു ആവശ്യമാണ്. എല്ലാ ദൈവക്കളുടെ മേലും ദൈവം ചുമത്തുന്ന ഒരു ആവശ്യമാണത്. അപ്പം ദൈവം ആരാണെന്നുള്ള അറിവിലാണ് വളരേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്കോ വലിയ അറിവില്ല. അപ്പം വലിയ ഈ സെമിനാറുകളിലൊക്കെ പോയി ഒരു മൂട്ടം ഡിഗ്രി ഒക്കെ എടുത്തവർ നമ്മുടെ സ്കോളേഴ്സ് ഉണ്ടല്ലോ, ഭയങ്കര അറിവാണ്. അവരങ്ങോട്ട് വന്ന് കട്ടിച്ച പൊട്ടാത്ത രീതിയിൽ നല്ല പെരുവെള്ളച്ചാട്ടത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ അങ്ങനെ അടിച്ചങ്ങോട്ട് കത്തിക്കും. നമുക്കൊരു കുന്തവും മനസ്സിലാകത്തില്ല. ഇതൊക്കെ ആർക്കും മനസ്സിലാകും? നമുക്കോ ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിലും അല്ലെങ്കിൽ പറഞ്ഞ വലിയ ബൈബിൾ കോളേജുകളിലും സെമിനാരികളിലും അതിനോട് ചേർന്നുള്ള സെമിത്തേരികളിലും ഒന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. അതിന് നമുക്കൊട്ട് മനസ്സിലാകാൻ പോകുന്നില്ല എന്നുള്ള വിചാരത്തിൽ നമ്മൾ അങ്ങ് ഒതുങ്ങിക്കൂടും. അപ്പൊ അവര് ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെയാന്ന്. വെപ്പുവല്ലൊക്കെ വെച്ചോടൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം പലം കൂടി താഴെ പോകും. അങ്ങനത്തെ വലിയ പദപ്രയോഗങ്ങളാണ്, ഭാഷാ ശൈലികളാണ് ദൈവത്തെ പറയാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വിശുദ്ധ വേദപുസ്തകം സൂക്ഷ്മമായി ഒന്ന് നോക്കാം. ദൈവം തന്നെ പറ്റി ദൈവമക്കളോട് എങ്ങനെയാ പറയുന്നത്? നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ദൈവവും ഇസ്രായേലും തമ്മിൽ സംവദിക്കുന്നതായി ദൈവത്തിന്റെ ഭാഷയാണ്. ഇപ്പം മനുഷ്യൻ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവം നേരിട്ട് മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം നേരിട്ട് മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ കാണാൻ പോകുന്നത്. എന്തിനു വേണ്ടി? ദൈവം നമ്മളെ എങ്ങനെയാ കാണുന്നതിനെ പറ്റി. ദൈവം നമ്മളെ എങ്ങനെയാ കാണുന്നതിനെ പറ്റി അതിന് ആധാരമായിട്ട് ചില ഭാഗങ്ങൾ ഞാൻ എടുത്ത് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അത്ര ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ ദൈവം പറഞ്ഞ അതേ ഭാഷയിൽ തൻ്റെ തിരുവായ് കൊണ്ട് അരുളി ചെയ്ത്, മനസ്സിലായോ, തിരുമൊഴികൾ അതേ ഭാഷയിൽ ദൈവത്തിൽ നിന്ന് കോട്ട് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഭാഗം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26, 27, 28 വാക്യങ്ങളാണ്. അവിടെ യശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു.
ഇത് മോശയുടെ ഏതാണ്ട് അവസാനത്തെ വാക്കുകളിലൊന്നാണ്. 40 വർഷം ഇസ്രായേൽ മക്കളെ നയിച്ച ശേഷം കനാൻ ദേശത്തിന്റെ ഇക്കരെ കരയിൽ എത്തിച്ചിട്ട് അവിടെ വെച്ച് അവരോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് താൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടാൻ പോവുകയാണ്. അപ്പൊ അവിടെ വെച്ച് ആ ഗുഡ് ബൈ പറയുന്ന സമയത്ത് ഒരു വലിയ ഇമോഷണലായ ഒരു സീനാണത്. കാരണം 40 years റിലേഷൻസ് അവിടെ ബ്രേക്ക് ആകുകയാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, മോശയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല. ഈ ഹോപ്പ്ലെസ് ആയ ഒരു ജനം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം അവർക്കറിയാം മോശ വാസ് എ മാൻ എ വെരി വെരി കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, മാൻ ഹു സ്പോക്ക് ഡയറക്ട്ലി ടു ഗോഡ്. ദൈവമായിട്ട് നേരിട്ട് സംസാരിച്ച ഭയങ്കര കരിസ്മാറ്റിക് ഒരു പേഴ്സണാലിറ്റിയാണ് മോശ. He could do anything at any time. That was his personal potentials and capacity. പക്ഷെ ആ മോശയ്ക്ക് പോലും തങ്ങളെ വാഗ്ദത്തദേശത്തെത്താൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല. Now he is no more. What's going to happen with us? അവർക്കറിയാൻ ചുറ്റും മരുഭൂമിക്ക് ചുറ്റുമുള്ള ജാതികൾ മുഴുവനും ഇവർക്ക് എന്ത് സംഭവിക്കും നോക്കിക്കൊണ്ടിരിക്കുക. അവര് മോശ മരിച്ചുപോയി എന്നവരറിയുമ്പോൾ അപ്പൊ അവർക്ക് നേതാവുമില്ല, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവത്തിൽ നിൽക്കുന്ന മോശയും ഇല്ല. കാരണം ഒരിക്കൽ മോശയുടെ കരം ഉയർന്നതാണ് അമാലേക്കിന് പരാജയം ഉണ്ടാക്കും. കാരണം ഉയർന്നിരുന്ന മോശയുടെ കയ്യാ. ഇപ്പൊ കൈ പോയിട്ട് മോശയേ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും ഈ മരുഭൂമിവാസികളെ വെറുതെ വിടുമോ? അതാണ് ഇവരുടെ നിരാശയുടെ കാരണം. മോശ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുകയാണ്. എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി തനിക്ക് ദൈവമായിട്ടുള്ള ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ ഉണ്ടല്ലോ, ആ ഹൃദ്യമായ ബന്ധം. മോശയെ പറ്റി പറയുന്നത് ഹി സോ ഗോഡ്സ് ഹാർട്ട് ഓൺ മൗണ്ട് സൈനായി എന്നാണ്. ഹോരേബിന്റെ മുകളിൽ ദൈവത്തിന്റെ ഹൃദയം കണ്ട മനുഷ്യനാണ് മോശ. കാരണം എന്താ? കത്തുന്ന ഉൾപ്പെടുന്ന കാര്യം നമുക്കറിയാം. അവിടെ മോശയെ വിളിക്കുക, മോസസ് വാസ് ഷോക്ക്ഡ്. മോശ ഷോക്കായി പോയത് കേട്ടപ്പോഴേക്ക് ഈ സേവ് അവർ സോൾ എന്ന് പറയത്തില്ലോ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളി എന്ന് പറയുമ്പോലെ ഒരു ഭയങ്കര ഡെസ്പറേറ്റ് ഒരു കരച്ചിലാണ് മോശ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. ഓടിയോ ഓടിയോ ഓടിവാ. എന്തിന്? ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ. എന്തോ കണ്ടുകൊണ്ടിരിക്കുക? എന്ന് പറഞ്ഞാൽ കഷ്ടത എന്നാണ്. അമി എന്ന് പറഞ്ഞാൽ എൻ്റെ ജനം, ഞാൻ മാറിടത്തിൽ വഹിക്കുന്ന എൻ്റെ കുഞ്ഞെന്ന എൻ്റെ അർത്ഥം. ഞാൻ മാറിടത്തിൽ വഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ മിസ്രൈമിലെ ഊഴിയവേലക്കാരനായിട്ട് അടിക്കുന്നു. മോശയെ എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. ഓടിവാ ഓടിവാ ഓടിവാ. ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ് എനിമോർ. അവിടെയാണ് മോശ ഷോക്കായി പോയത്. മോശ വിചാരിച്ചു ഇവർ കിടന്ന് അടികൊള്ളുന്നതിൽ ദൈവത്തിൻ്റെ ഒരു മനസ്താപം ഇല്ല. അമ്മ കിടന്ന് അടികൊള്ളട്ടെന്ന് ദൈവം വിചാരിക്കുന്നതാണ്. ഇവരടിമേടിക്കുന്നതിൽ ഫറവോന് വല്ല സങ്കടമുണ്ടോ? ഒരു സങ്കടമില്ല. സ്ലേവ് മാസ്റ്റേഴ്സിന് സങ്കടമുണ്ടോ? അവർക്കുമില്ല. ഊഴിയവേലക്കാർ സങ്കടമുണ്ടോ? അവർക്ക് സങ്കടമില്ല. ആർക്ക് സങ്കടമുണ്ട്? ആർക്ക് സങ്കടമുണ്ട്? അവരുടെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് അബ്രഹാമിന്റെ സന്തതി മിസ്രൈമിൽ അടിമേടിക്കുന്നതിൽ സങ്കടമുണ്ട്. ദൈവത്തിന്റെ ഹൃദയം പൊട്ടുക. തന്റെ മക്കളുടെ കഷ്ടതയിൽ തകരുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയം, അത് മോശം കണ്ടത്. യെസ്,
തന്റെ മക്കളുടെ കഷ്ടതയുടെ മുമ്പിൽ തകരുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയം. അതാ മോശ കണ്ടത്. He was shocked. He was really shocked. What a God this God is. What a God this God is. He was shocked. അവിടുന്നാണ് അവിടെ വെച്ച് അവരുടെ ബന്ധം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. അത് കഴിഞ്ഞ് മിസ്രൈമിൽ നിന്ന് അവരെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ചെങ്കടലിന്റെ കരയാ. മോശ അറിഞ്ഞുകൊണ്ട് കൊണ്ടൊന്നുമില്ല, രാത്രിയില്ല, ഞാൻ വഴി കാണിക്കുന്നതിൽ പോയച്ചാന്ന് പറഞ്ഞു. ചെങ്കടലിന്റെ കരയ്ക്കെത്തി. അവിടെയാണ് മോശ ശരിക്കും രണ്ടാമത് തകരുന്നത്. എന്താ കാര്യം അറിയാം? രണ്ടാം നിലയിൽ മുമ്പ് ഒരുപാട് തകർന്നു. കാരണം ഈ ജനം മോശ കൊല്ലും. അടഞ്ഞ വഴിയുടെ മുമ്പിൽ മോശ നിൽക്കുക. എവ്രി പോസിബിലിറ്റി, എല്ലാ സാധ്യതകളും വഴിയടഞ്ഞു. മുമ്പിൽ ചെങ്കടല് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇരച്ച ഇങ്ങോട്ട് ആർത്തിങ്ങോട്ട് വരുന്ന ഓരോ തിരമാലയും പറയുന്നത്, നിന്നെ ഞാൻ മൂക്കുവന്ന, ഇവിടെ നീ ക്രോസ് ചെയ്യത്തില്ലെന്ന, നീ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത് ശരിയാ, പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ച് ശരിയാ, കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതും ശരിയാ, പക്ഷെ ഇവിടെ നിന്നെ മൂക്കിക്കളയും. ഇറങ്ങി തിരിച്ചുകൊണ്ട് കാര്യമില്ല, ഇവിടെ നിന്നെ മൂക്കിക്കളയും. അങ്ങനെ പലപ്പോഴും ജീവിതം നമ്മളെ വെല്ലുവിളിക്കാറുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ചൊരു സാഹചര്യത്തിലാണല്ലോ നമ്മുടെ മുട്ടം കീവറീച്ചൻ ഭാര്യയോട് ചോദിക്കുന്നത്, മരുപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? അഴിലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നീ തളരുകയോ ഇനി സഹജേ? ഓക്കെ, അതുകൊണ്ട് സാഹചര്യമാണ്. എവ്രി പോസിബിലിറ്റി ക്രോസ്ഡ്. ദൈവം മോശയോട് പറയുന്നത് ജനത്തോട് മുൻപോട്ട് പറയാനാ. നമ്മൾ വായിക്കുന്ന ജനം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവിടെ റിട്ടൺ തോറ എഴുതാതിരുന്നതും ഓറൽ തോറ എഴുതിയതുമായൊരു കാര്യമുണ്ട്. റിട്ടൺ തോറ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനമാണ്. അത് റിട്ടൺ തോറയാണ്. പക്ഷെ ഓറൽ തോറയിൽ സൂക്ഷ്മമായിട്ട് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഇവരെന്തുകൊണ്ടാ ഈ ചെങ്കടലോട്ട് ഇറങ്ങിയത്? എന്തോ കണ്ടുകൊണ്ട് ഇറങ്ങി. നിങ്ങളോട് ആരെങ്കിലും കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ധൈര്യമായിട്ട് വയ്ക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടുവോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനങ്ങനെ ചാടത്തില്ല. ഇറങ്ങാൻ കാര്യമുണ്ടെന്നറിയാമോ? അത് കഴിഞ്ഞ് ഒരു 500 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ആസാഫ് എന്ന ഗ്രേറ്റ് വിഷണറി വരുന്നത്. ആസാഫ് എഴുതി വെച്ചു സങ്കീർത്തനത്തിൽ, ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, ആഴികളും നിന്നെ കണ്ട് ഭ്രമിച്ചു പോയി എന്ന്. സമുദ്രം ദൈവത്തെ കണ്ടത് എന്താ ശരിയാകുന്നത്? ഈ പുള്ളി ഇത് എവിടെ നിന്ന് എഴുതിയതാ? ഓറൽ തോറായി പറഞ്ഞിരിക്കുക, വയ്യാർ ഇസ്രയേൽ ഹയ്യാദ് ഹഗദോല. ഇസ്രയേൽ മുന്നോട്ട് നോക്കി, ചെങ്കടലിന്റെ മുകളിലോട്ട് നോക്കി, വയ്യാർ ഇസ്രയേൽ കണ്ടു. എന്താ? ഹയ്യാദ്, ആ കയ്യ്. ഏത് കയ്യ്? ഹഗദോല, വലിയ കൈ കണ്ടു. ചെങ്കടലിന്റെ മുകളിൽ എന്താ വന്ന് കണ്ടത്? ഒരു വലിയ കൈ വന്ന് നിൽക്കുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ, മോശ പറഞ്ഞു പോയി ഒരു ചെങ്കടലിലോട്ടങ്ങ് പോയെന്ന. അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്, അപ്ഗ്രേഡ് ചെയ്യുകയാണ്, അതിനെ കുറെ കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഓറൽ തോറ ചെയ്യുന്നത്. അതായത് ബാബിലോണിയൻ തൽമൂദ് ചെയ്യുന്നത്. തൽമൂദ് പറയുന്നത് ഇവർ വെള്ളത്തിനോട് ചാടുകയല്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് വരികയായിരുന്നു ബലമുള്ള
കരത്തിന്റെ കീഴിലോട്ട് വരിക. എ മൈറ്റി ഹാൻഡ് വയ്യാർ ഇസ്രയേൽ ഹയ്യാദ് ഹഗദോല. വയ്യാർ ഇസ്രയേൽ ഹയ്യാദ് ഹഗദോല. ഇസ്രയേൽ കണ്ടു ബലമുള്ള ഒരു കരം വന്നു നിൽക്കുന്നത്. എവിടെ? ചെങ്കടലിന്റെ മുകളിൽ. സോ വാട്ട് ഡിഡ് they do? ധൈര്യമായിട്ട് എങ്ങോട്ട് പോവാണ്? ചെങ്കടലിലോട്ട് ചാടുകയല്ല, പിന്നെ ബലമുള്ള കരത്തിന്റെ കീഴിലോട്ട് വരിക. ഇസ്രയേൽ മാത്രമാണ് കണ്ടത്, ചെങ്കടലും കണ്ടു. ദൈവമേ, the mighty waters saw you. വെള്ളങ്ങൾ നിന്നെ കണ്ടു, ആഴികളും ഭ്രമിച്ചുപോയി. The ocean itself was shocked. I must rather say flabbergasted. That's my broken English. Once upon a time, I was a teacher of the English language and literature. എൻ്റെ കൊച്ചിലൊക്കെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. Flabbergasted. തകർന്നുപോയി. ഏത്? ചെങ്കടൽ. എന്ന് കണ്ടപ്പം, ഈ വലിയ കരം എൻ്റെ മുന്നേ വന്നിരിക്കുന്നത് കണ്ടപ്പം, ഇനി ചെങ്കടലിന് എന്തേ മാർഗമുള്ളൂ? It had but to run away from the face of that mighty hand. ആ വലിയ കരത്തിന്റെ അടിയിൽ നിന്ന് ഓടി ഒഴിക്കുകയല്ലാതെ ചെങ്കടലിൽ ഒരു രക്ഷയില്ല. കാരണം സൃഷ്ടാവ് ഇറങ്ങി വന്നാൽ സൃഷ്ടിക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. സോ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഔട്ട് ഓഫ് ഇറ്റ്? നമ്മൾ എന്താ മനസ്സിലാക്കിയത്? പലപ്പോഴും വലിയ ഓളങ്ങളും വലിയ തിരമാലകളും വലിയ ചെങ്കടലും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. And every wave has a message to tell us. Every wave has got a message to tell us. ഓരോ വേവിനും ഓരോ ഓളത്തിനും നമ്മളോട് പറയാൻ ഒരു മെസ്സേജ് ഉണ്ട്. What is the message that every wave tells us? Finish. ഇവിടെ കൊണ്ട് നീ തീരും. ഇതിനപ്പുറം നീ ക്രോസ് ചെയ്യത്തില്ല. ഇതിനപ്പുറം നീ ക്രോസ് ചെയ്യത്തില്ലെന്ന് ശത്രു അതിരു വരച്ച വേലി കെട്ടിയ ഈ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും വിഷയം നിന്റെ ജീവിതത്തെ കെട്ടി പിടിച്ചു നിർത്തി തോന്നുന്നുണ്ടെങ്കിൽ, I want to tell you one thing. ഈ ഒരൊറ്റ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കേ. വയ്യാർ ഇസ്രയേൽ ഹയ്യാദ് ഹഗദോല. ഇസ്രയേൽ കണ്ടു, ബലമുള്ള കരം കണ്ടു. So what am I going to see? One day I'm going to see the mighty hand stretched out on these great waters. ബലമുള്ള കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും, ബലമുള്ള കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചു എന്നുള്ളത്. It's not a poetical language. അല്ല. It's not a figurative language either. അത് ആലങ്കാരികമോ ഭാഷയുമല്ല. It's a literal language. അക്ഷരികമായിട്ട് ഇസ്രയേൽ കാണുക ബലമുള്ള കരം അവന്റെ ചെങ്കടലിന്റെ മുകളിൽ നിൽക്കുന്നത്. So what are we going to pray for? What are we going to pray for? നമ്മൾ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? God, to your ancient people, you outstretched your hand upon their problems. To your ancient people, അങ്ങയുടെ ആദ്യത്തെ മക്കളുണ്ടല്ലോ, പുരാതന സന്തതികൾ, അവരുടെ പ്രശ്നങ്ങളുടെ മുകളിൽ നീട്ടിയ ആ വലിയ കരം. എന്തിയ കരം? What happened to that hand? യെശയ്യാ പറയാ, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ആ കൈ കുറുകി പോകത്തില്ല. No, that hand has not been shortened so that it can't save anymore. That hand has not been shortened so that it can't save anymore.
രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ആ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം ആ ചെവി മന്ദമായിട്ടുമില്ല. So that's how they got an opening through the Red Sea. അങ്ങനെ റെഡ് സീയിൽ കൂടെ ഓപ്പണിംഗ് കിട്ടുന്നത്. Now it is 40 years. Now it is 40 years. ഈ ബന്ധത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മ താലോലിക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധമാണ് ദൈവത്തിന്റെ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. There are times when the children are sick and tired. They are sick and tired. They lost every hope. Then comes the same mother. അമ്മ വീണ്ടും വരിക, അമ്മ വീണ്ടും വരിക. So 40 years gone. 40 years കഴിഞ്ഞപ്പം മോശ അവരോട് പറയും, look, now you think that you're going to be in trouble? You think you're going to be in trouble? And you're going to be taken by your enemies? You're going to be in difficulties that you can't solve anymore? That's what you think? നിങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്? Yes. അവരോട് ദൈവം മോശ പറയുകയാണ്, ഇൻ ഖായൽ യശുരൂൻ. ദൈവം എന്തുവാ നമ്മളെ വിളിക്കുന്നത്? ദൈവം എന്തോ നമ്മളെ വിളിക്കുന്നത്? നമ്മളെ എന്ത് പേരാ വിളിക്കുന്നത്? യെസ്, നമ്മൾ എന്തോ പേരാ വിളിക്കുന്നത്? എൻ്റെ പേര് ബാബു ജോൺ വേട്ടവല എന്ന. എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലും ബാബു ജോൺ വേട്ടവല എന്ന് വിളിച്ചിട്ടില്ല. ലൈറ്റർ ഓൺ എൻ്റെ അക്കാഡമിക് അച്ചീവ്മെന്റ് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എൻ്റെ PhD എടുത്തത്. അപ്പൊ പിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ സ്റ്റുഡൻസ് ഡോക്ടർ ജോൺ എന്ന് പറയും, ഡോക്ടർ ജോൺ. മൈ ഫാദർ ഹാസ് നെവർ കോൾഡ് മീ ഡോക്ടർ ജോൺ. ഒരിക്കലും വിളിച്ചിട്ടില്ല. ആ പണി നിർത്തിയിട്ടാണ് പാസ്റ്റർ ആകാൻ പോയത്. അപ്പൊ പാസ്റ്റർ ബാബു എന്ന ആൾക്കാരനെ വിളിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്ക് 19 വയസ്സായി കേട്ടോ. ഈ 50 വയസ്സുള്ള എന്നെ എൻ്റെ ഫാദർ വിളിക്കെങ്ങനെയെന്നറിയാമോ? എടാ ബാബുക്കുഞ്ഞേ, എടാ ബാബുക്കുഞ്ഞേന്ന്, ബാബുക്കുഞ്ഞേ. അതിന് അങ്ങനെ വിളിക്കുന്നത്? അപ്പൻ്റെ ഹൃദയം മക്കളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ദൈവം നമ്മളെ എന്തോ വിളിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നെന്താ? ഓമനപ്പേർ. അപ്പൊ അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഓമനപ്പേര് ചൊല്ലണമെങ്കിൽ ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വാക്കല്ലേ ഓമനപ്പേര്. എന്തോ വാക്ക്? ആ വാക്കാണ് യശുരൂൻ. യശുരൂൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല കുഞ്ഞ്. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ അവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരുടെ കൊച്ചു കുഞ്ഞിനെ വിളിക്കുകയാണെങ്കിൽ എന്തോ വിളിക്കും? ചിലരാണ് ചക്കരയെന്നാ വിളിക്കുന്നത്, ചിലർ ഓമനയെന്നാ പറയുന്നത്, ചിലർ മക്കളെന്ന് പറയുന്നത്, കുഞ്ഞേന്നാ പറയുന്നത്, ചിലർ ചക്കരക്കൂട്ടാന്നാ പറയുന്നത്, ചിലർ മുട്ടയെന്നാ വിളിക്കുന്നത്. എനിക്കറിയത്തില്ല. നമ്മുടെ ഭാഷയിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞൊരു വാക്ക് കണ്ടുപിടിക്കും നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വിളിക്കാൻ. ഏറ്റവും വാത്സല്യം നിറഞ്ഞൊരു വാക്ക് കണ്ടുപിടിക്കും നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വിളിക്കാൻ. ചിലരുടെ പിള്ളേരെ ആശ്ചര്യകാരങ്ങളൊന്നും കുടം പിടിക്കാനൊന്നും കൊടുക്കുന്നുണ്ടെന്ന് വിളിക്കുന്നവരുണ്ട്. അവരുടെ നിലവാരമാണ്. പക്ഷെ ദൈവം നമ്മളെ ഓമനപ്പേർ ചൊല്ലിയെ വിളിക്കുന്നത് ആ യഹൂദ ഭാഷയിലെ അതിനേക്കാൾ ഹൃദ്യമായ ഒരു വാക്കില്ല. എൻറ്റയർ ജൂവിഷ് വെക്കാബുലറി എടുത്താൽ, ജൂവിഷ് ഗ്ലോസറി മുഴുവൻ പരിശോധിച്ചാൽ ഇതിനേക്കാൾ ഹൃദ്യമായ ഒരു വാക്ക് ആ ഭാഷയിലില്ല. യശുരൂൻ, എൻ്റെ നല്ല കുഞ്ഞ്, എൻ്റെ ചക്കരമുത്ത്, എൻ്റെ ഓമന, എൻ്റെ മക്കളെ വിളിക്കുക.
യശുരൂൻ എന്ന് പറഞ്ഞാൽ ഏൻ, ഇല്ല, ഇല്ല, ഖാ, ഇതുപോലെ, ഏൽ, ദൈവം, ഇങ്ങനൊരു ദൈവമില്ല, ഇതുപോലെ യശുരൂൻ, എന്റെ നല്ല കുഞ്ഞായ നിന്റെ ദൈവമായി എന്നെ പോലെ വേറെ ഒരു ദൈവവുമില്ല. Then comes the question, but father, where are you? അപ്പൻ എന്തിയെ, എവിടാ? മറുപടി പറയാ, റൊഖേബ്, റൊഖേബ് സെമായിം ബഅസറക. റൊഖേബ് മീൻസ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുക, ഞാനിങ്ങനെ ഇവിടെ നിൽക്കുക. ഐ എം വെയിറ്റിംഗ് ഹിയർ മീൻസ് ഐ എം മൂവിങ് അറൗണ്ട് സ്ലോലി. ഞാൻ ഇതിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കട്ടെ. റഖേബ് ഇതില് എവിടെ? ഷമായിം, ഷമായിം, ഷമായിം മീൻസ് സ്കൈ, ആകാശം എന്നാണ്. നിന്റെ മുകളിലുള്ള ആകാശമുണ്ടല്ലോ, അവിടെ ആകാശത്തിന്റെ അർത്ഥം മേഘമെന്ന, ഇരുളടഞ്ഞതെന്നാണ്. ഇരുളടഞ്ഞത് മേഘമെന്ന, കാർമേഘമെന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആകാശം പലപ്പോഴും നിന്റെ മണ്ടയ്ക്ക് ഇരുളടഞ്ഞല്ലോ, മൂടിക്കെട്ടിയല്ലോ, സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയല്ലോ. ഇനി അവിടുന്ന് ഒരു തണുപ്പോ ഒരു മഴയോ പ്രതീക്ഷിക്കാനില്ലാതെ കാർമേഘ പടലം കൊണ്ട് മൂടിയല്ലോ. ഹല്ലേലൂയ. കാർമേഘ മണ്ഡലം മൂടിപ്പോയി, ഇരുളടഞ്ഞുപോയി, ഇരുളടഞ്ഞുപോയി. ഒരു വെളിച്ചവും കാണുന്നില്ല, ഒരു വെളിച്ചവും കാണുന്നില്ല എന്ന് നീ ചിന്തിക്കുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടെ ഒരാൾ നിൽപ്പുണ്ട്, നിന്റെ അപ്പൻ. എന്തിനാ അവിടെ നിൽക്കുന്നറിയാമോ? നിനക്ക് എവിടെ സഹായം അടഞ്ഞോ അവിടെ നിന്ന് സഹായം വരുന്നതിന്. യെസ്, എവിടെയാ നിന്റെ സഹായം അടഞ്ഞു പോയത്? നിന്റെ സാധ്യതകൾ അടഞ്ഞു പോയത് എവിടാ? ദ ഫൈനൽ നോ നിന്നോട് പറഞ്ഞത് എവിടാ? നടക്കത്തിൽ നിന്റെ വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് എവിടാ? ആരാ ഓർഡിട്ടത് നിന്റെ കാര്യം നടക്കരുതെന്ന്? നിന്നെ റിജക്ട് ചെയ്ത് എവിടാ? അവിടെ നിൽക്കുക നിന്റെ അപ്പൻ. എന്തിനാ? അവിടെ നിന്ന് വരണം, അവിടെ നിന്ന് വരണം. അടഞ്ഞ വാതിലുകളിൽ നിന്ന് തന്നെ നിന്റെ സഹായം തുറന്നു വരണം. അതിന് റഖേബ് ഹഷമായിം. എന്തിന്? ബഅസറക, ബഅസറക. നിന്റെ സഹായം അടഞ്ഞു കിടക്കുന്ന, തടഞ്ഞു കിടക്കുന്ന, തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ സഹായങ്ങൾ അവിടെ നിന്ന് തുറന്നു തരാൻ നിന്റെ അപ്പൻ അവിടെ നിൽക്കുക. നിന്റെ സഹായത്തിന് വേണ്ടി അവിടെ നിൽക്കുക. ഇനി പുരാതനായ ദൈവം ആരാന്നറിയാമോ? കഥം, റെസ്റ്റിംഗ് പ്ലേസ്. നിനക്ക് വന്ന് നിന്റെ കാര്യമെല്ലാം ഇരുന്ന് പറയാൻ ഉള്ള സ്ഥലം. നിന്റെ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് പറയാം. നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ കൊണ്ട് പറയാൻ തുടങ്ങിയാൽ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യനെ കേൾക്കാൻ സമയമുണ്ടോ? ഏതെങ്കിലും മനുഷ്യന്? എനിക്കില്ല സമയം. പലരും ആൾക്കാർ വിളിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയും, ഒന്ന് ഷോർട്ടൺ ചെയ്യണേ, ഒന്ന് ലിമിറ്റ് ചെയ്ത് പറയണേ, എനിക്ക് സമയം പോകുന്നു പറയും. എല്ലാവരും അങ്ങനെ.
നമ്മുടെ വിഷമങ്ങൾ മുഴുവൻ ആർക്കും കേൾക്കാൻ സമയമില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പനുണ്ട്. ഇപ്പം പറയും, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇവിടെ ഇരിക്കും. എന്തിന്? കുറേ ആവലാതികളുണ്ടല്ലോ നിനക്ക്. ആരോട് പറയുമെന്ന് ചിന്തിക്കുന്ന വേദനകളുണ്ടല്ലോ. അടക്കെ പിടിച്ച് കൊണ്ടു നടക്കുന്ന നൊമ്പരങ്ങളുണ്ടല്ലോ. ആ, പൊട്ടിക്കരയണമെന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ടല്ലോ. മോനിങ്ങി വാ, ഇവിടെ വന്നിരിക്കുക. പുരാതനായ ദൈവം നിന്റെ റെസ്റ്റിംഗ് പ്ലേസാ. എന്തിനുള്ള റെസ്റ്റിംഗ് പ്ലേസാ? നിന്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനുള്ള സ്ഥലമാണ്. എന്റെ ഗ്രാൻഡ് ഫാദർ വേട്ടമലി ഉപദേശിച്ച് ഒരിക്കൽ പാട്ട് പാടി, അരുമനാഥായ സുരക്ഷക തിരുപാദമഗതിക്ക് എത്ര നല്ലൊരാശ്വാസ സ്ഥലം. തിരുപാദമഗതിക്ക് എത്ര നല്ലൊരാശ്വാസ സ്ഥലം. അരുമനാഥനോട് അടുത്തിരിപ്പതി പാരിൽ പരമഭാഗ്യമോർത്താൽ ഈ ദുരിതസാഗരം കടന്നിടും വരെ പരമനാഥനെ കാത്തുകൊള്ളണേ. അരുമനാഥ യേശുരക്ഷക തിരുപാദം അഗതിക്ക്, തിരുപാദം അഗതിക്ക് എത്ര നല്ലൊരാശ്വാസ സ്ഥലം. തിരുപാദം അഗതിക്ക് എത്ര നല്ലൊരാശ്വാസ സ്ഥലം. ഇനി വാ, ഇവിടെ വന്നിരിക്കുക. അതെല്ലാം എന്ന് പറഞ്ഞു കേൾക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ഈ ലോകത്തിൽ ആരെയും വിശ്വസിച്ച ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. ഞാൻ ഹിസ്റ്ററിയിൽ നിന്നൊരു എക്സാമ്പിൾ പറയാം. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ കാവൻഡിഷ് ഫിസിക്സ് വിൻസ്റ്റൺ ചർച്ചിലിനെ കാണാൻ പോയി. വിൻസ്റ്റൺ ചർച്ചിലിനെ കാണാൻ പോയ കാര്യം എന്നറിയാമോ? ഹിറ്റ്ലർ ആറ്റം ബോംബ് കണ്ടുപിടിക്കും. ആറ്റം ബോംബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ പൊട്ടിക്കും, ബ്രിട്ടൻ തകർന്നു പോകും. അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് ആറ്റം ബോംബ് കണ്ടുപിടിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിനെപ്പറ്റി പറയാനാണ് പോയത്. അപ്പോൾ ഇവരിന്ന് ചർച്ചിന്റെ ഓഫീസിൽ ഇതെല്ലാം പറയുക. ചർച്ചിൽ ഇങ്ങനെ കുനിഞ്ഞെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. ഇവർ വിചാരിക്കുന്നത് ഇവർ പറയുന്ന ചർച്ചിൽ എഴുതിയിരുന്നത് അയാൾ വേറെ കാര്യമൊക്കെ എഴുതുന്നത്. എല്ലാം കഴിഞ്ഞാൽ പോട്ടെന്ന് പോട്ടെന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് ഇറങ്ങിയപ്പം ചർച്ചിലിന്റെ വാർ ഓഫീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചർച്ചിലിന്റെ വാർ ഓഫീസ് ഇവരങ്ങോട്ട് ഇറങ്ങിയപ്പം ചർച്ചിലെ സെക്യൂരിറ്റി ഗാർഡിനെ വിട്ട് പറഞ്ഞു, അവന്മാർ രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവര് യുദ്ധം കഴിയുന്നവർ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ പോയെന്ന് ആരും അറിയാൻ വേണ്ടത് പറഞ്ഞു. നമുക്ക് നല്ല കാര്യം ഒന്ന് പറയാൻ പോയതാ, അകത്തായിപ്പോയി. ലോകം അങ്ങനെ. നമുക്ക് ആരെയും വിശ്വസിച്ചൊന്നും പറയാനൊക്കത്തില്ല. പക്ഷെ ഇവിടെ അപ്പനിരിക്കുക പറയാ പുരാതനായ ദൈവം നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നീ പറയാനും അത് കേൾക്കാനും ഉള്ള സ്ഥലമാണ്. അടുത്താണ് കേട്ടോ. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പം ഇനി നിനക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചേക്കണ്ടേ. അവിടുന്ന് ഇറങ്ങി ഇവിടുത്തെ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിയപ്പം they find that they were differing, they're walking on a different realm. ഇതുവരെ നടന്നതുപോലെ അല്ല, നടപ്പിൻ്റെ വ്യത്യാസം. എന്താ നടപ്പിൻ്റെ വ്യത്യാസം? വേറെ ഇടത്തുകൊണ്ടാണ് നടക്കുന്നത് പോലെ. എതിലെയാ നടക്കുന്നത്? അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പഴയ പ്രശ്നങ്ങളുടെ വഴിയിൽ കൂടെ അല്ല നടക്കുന്നത്, ശാശ്വത കരങ്ങളുടെ മുകളിലൂടെയാണ്. മനസ്സിലായോ? നീ നടക്കുന്നതിന്റെ കീഴെ എന്തുണ്ട്? നടക്കുന്നതിന് കീഴെ എന്തുണ്ട്? ഉമിറ്റാറ്റ്
ജറഓട്ട് ഭുജങ്ങളുണ്ട്, ശാശ്വത ഭുജങ്ങൾ. ഇപ്പൊ പിന്നെ നടക്കുന്ന ഇതിലെയാ ശാശ്വത ഭുജങ്ങളിലൂടെ. ശാശ്വത ഭുജങ്ങളിലൂടെ എന്താ അതിന്റെ വ്യത്യാസം അറിയാമോ? ഈ ശാശ്വത ഭുജങ്ങളിലൂടെ നടക്കുമ്പോഴാണ് ഇതാ നിന്റെ പ്രശ്നം അങ്ങനെ വരിക. ഇങ്ങനെ നിന്നെ മുന്നോട്ട് വിടത്തില്ല. ഈ ശാശ്വത ഭുജങ്ങളെ കാണുമ്പം രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ചെങ്കടൽ കൊണ്ട് ഓടി കണ്ടില്ലയോ, അതുപോലെ ഇവൻ ഓടിക്കളയും. ദൈവം എന്തോ ചെയ്യും? ഈ ശാശ്വത ഭരങ്ങൾ നിന്നെ പെയ്യെ ഉയർത്തി ഈ പ്രശ്നത്തിന്റെ മണ്ടയ്ക്കൂടെ നീങ്ങ അപ്പുറത്തു പോകും. ചില പ്രശ്നം ഇങ്ങനെ മസിലൊടിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ നീ എവിടെ പോയി? നിന്റെ മണ്ടയ്ക്കൂടെ അങ്ങ് അപ്പുറത്ത് പോയി. അതതിൻ്റെ അർത്ഥം. ഒരിക്കലും മാറത്തില്ല. നീ ദൈവസന്നിധിയിൽ വന്നു, നിന്റെ കാര്യം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി നിന്നെ ദൈവം കൈവിടത്തില്ല. കാര്യം ദൈവത്തോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. Now it is God's responsibility. You have spoken everything to God. Now it is God's responsibility. അല്ലേ? It's God's responsibility. Now it's God's responsibility. അതാ പറഞ്ഞ് ഇനി ദൈവം എന്താ ചെയ്യുന്നറിയാമോ? ദൈവം പറഞ്ഞ നീയും ദൈവം കൂടെ പോവുക. ദൈവം എന്തെന്നറിയാമോ? വയഗാരസ് എന്ന് പറഞ്ഞാൽ തെല്ലി നീക്കുക. എവിടുന്ന്? മിപ്പനേഖ ഒയേബ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് തള്ളി നീക്കിക്കളയും. കാരണം എന്താ? അത് അറിഞ്ഞാൽ നിനക്ക് താങ്ങാൻ കഴിയത്തില്ല. ചില പ്രശ്നങ്ങൾ അറിഞ്ഞാൽ നിനക്ക് താങ്ങാൻ കഴിയത്തില്ല. അതിന് ദൈവം എന്തെന്നറിയാമോ? നീ അറിയുന്നതിന് മുമ്പേ ആ പ്രശ്നങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയും. I had a shocking experience in the year 2011. Yes. ഞാൻ വിദേശ രാജ്യങ്ങളൊന്നും സുവിശേഷം പോകത്തില്ല. എന്തിന്? ഇംഗ്ലണ്ടിൽ തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്, നല്ല സുഖകരമായ ജീവിതമാണ്. മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, സുവിശേഷം പറയേണ്ട ആവശ്യം. ഇന്ത്യയിൽ പോകും. ദൈവം പല പ്രാവശ്യമുള്ളൂ അങ്ങനല്ല, നീ മറ്റു രാജ്യങ്ങൾ പോകണമെന്ന് പറഞ്ഞു. God, I don't want to. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് എൻ്റെ അബ്ഡമനിൽ ഒരു പെയിൻ ഉണ്ടായി. പെട്ടെന്ന് ഇൻഫെക്ഷൻ കൂടി. ഒരു ആപ്സസ് ഉണ്ടായി. In 2 days I was admitted in hospital. സീരിയസ് ഹോസ്പിറ്റൽ അഡ്മിഷനാണ്. ചെന്നപ്പോഴത്തേക്ക് 6 മണിയായി. സർജൻ വന്ന് എക്സാം ചെയ്ത് പറഞ്ഞു, സീരിയസ് ഇൻഫെക്ഷൻ, ഇപ്പൊ തന്നെ സർജറി ആണെന്ന് പറഞ്ഞു. സർജറിക്ക് റെഡി ആയപ്പോഴത്തേക്കും തിയേറ്റർ ക്ലോസ് ആയി. സർജൻ നാളെ ഫസ്റ്റ് നിന്റെ സർജറിക്ക് ഇടാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇൻഫെക്ഷൻ അങ്ങനെ കൂടുക. ഞാനിങ്ങനെ മില്ലറ്റ് മൗത്ത്, ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല, കുടിക്കാൻ ഒക്കത്തില്ല, ഇങ്ങനെ കിടക്കുക. സന്ധ്യ വരെ കിടന്ന് സർജറി നടന്നില്ല. സന്ധ്യക്ക് സർജൻ വന്ന് മുട്ടുകുത്തി പറഞ്ഞു, എൻ്റെ ബാബു ക്ഷമിക്കണം, ഒരുപാട് നിന്നേക്കാൾ സീരിയസ് കേസ് ഉണ്ടായിരുന്നു. ഇപ്പം ലിം സേവിങ് ആൻഡ് ലൈഫ് സേവിങ് ഇൻഫെക്ഷൻ സർജറി ഒന്ന് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ഡോണ്ട് വറി, ടുമോറോ മോർണിംഗ് US ഈസ് ദ ഫസ്റ്റ്. ഓക്കെ ഞാനിങ്ങനെ വേദനയായിട്ട് കിടക്കുക. ഏർലി മോർണിംഗിൽ ഞാൻ റെഡിയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കായിരുന്നു. ദൈവത്തോട് പറഞ്ഞു, ലോർഡ്, അങ്ങ് ഒരത്ഭുത മന്ത്രിയാണെന്ന് ലോകം പോകുന്നിടത്തെല്ലാം പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. എന്നെ സൗഖ്യമാക്കുന്നത് ദാറ്റ്സ് ഇൻ യുവർ ഹാൻഡ്. എന്നെ സൗഖ്യമാക്കിയില്ലെന്നുകൊണ്ട് അങ്ങ് അത്ഭുത മന്ത്രി ആകാതിരിക്കുന്നില്ല. എനിക്കെന്ത് സംഭവിച്ചെന്നുള്ളതല്ല എൻ്റെ വിഷയം.
ഐ വിൽ സ്റ്റിൽ സ്പീക്ക് ദ ഗോസ്പൽ. പിന്നെ ദൈവം എന്താ പറയുന്നത് കേൾക്കാൻ ഞാനിങ്ങനെ കുറെ നേരം ഇരുന്നു. ഏലിയാവിന്റെ ദൈവം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ദ സ്വീറ്റ് സൈലന്റ് വോയിസ്, മൃദുല സ്വരം എന്നോട് ഹൃദ്യമായി പറയാ, ഞാനൊരു അത്ഭുത മന്ത്രിയാണെന്ന്. നീ എത്ര വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അത്ഭുതം ചെയ്യാതിരിക്കുമോ? A shock wave passing over all my body. ശരീരത്തിൽ ഒരു ഷോക്ക് വേവ് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അധികം താമസിക്കാതെ ഡോക്ടേഴ്സ് വന്നു, തിയേറ്ററിൽ കൊണ്ടുവന്ന് റെഡിയാക്കി. ഈ സർജറി തുടങ്ങുന്ന ഒരു ഫൈനൽ എക്സാമിനേഷൻ ഉണ്ട്. ഫൈനൽ എക്സാം നോക്കിയപ്പം അവർ സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആപ്സസ് അവിടെ കാണാനില്ല. ചേട്ടാ ഇതോടെ പോയി. അടുത്ത സെക്ഷൻ ഡോക്ടേഴ്സ് വന്നു, ഇതോടെ പോയി. പിന്നെ ടോപ്പ് സർജൻസ് വന്നു, പറഞ്ഞു, ബാബു സോറി, വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു ദി സർജറി ബിക്കോസ് ഞങ്ങൾ എന്താണ് നിന്റെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനിരുന്ന ആ മുഴ അവിടെ കാണുന്നില്ല. വയഗാഡസ് മിപ്പനേക്ക് വയബ്. നീ കാണുന്നതിന് മുൻപ് നിന്റെ പ്രശ്നത്തെ തള്ളി മാറ്റിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചത്തോട്ട് കൈവച്ചെന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ കാണുന്നതിന് മുൻപ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതുന്നതിന് മുൻപ്, ഒരു വേർഡിക്റ്റ് എനിക്കെതിരായിട്ട് എഴുതുന്നതിന് മുൻപ്, ഒരു മനുഷ്യനെ അറിയുന്നതിന് മുൻപ് എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. വയോമർ ഹസ്മദ്, വയോമർ ഹസ്മദ്, വയോമർ. എന്നിട്ട് എന്നോട് കൽപ്പിക്കുക, തകർത്തേക്കാൻ. യു ഗെറ്റ് പ്രോബ്ലം, ഗെറ്റ് ഓഫ് ഇൻ ജീസസ് നെയിം. ഇനി മേലാൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടേക്കാൻ. വയോമർ ഹസ്മദ്. Hallelujah. So what did you understand about your God? എന്തോ ദൈവത്തെ പറ്റി മനസ്സിലായേ? നമ്മുടെ അപ്പച്ചൻ എന്താ വിളിക്കുന്നത്? എൻ്റെ ചക്കരക്കൊട്ട, എൻ്റെ പൊന്നോമനെ, നിന്റെ ദൈവമായ ഞാൻ. എന്നെപ്പോലെ ആരുണ്ട്? എന്നെപ്പോലെ ആരുണ്ട്? ഞാൻ എവിടാ? അടഞ്ഞുപോയ നിന്റെ സാധ്യതകളുടെ മണ്ഡലത്തിൽ ഞാനുണ്ട്. റീഓപ്പൺ ചെയ്യാൻ. Your files have to be reopened. Your cases have to be reopened. നിന്റെ ഫയൽസ് റീഓപ്പൺ ചെയ്യണം, നിന്റെ കേസ് റീഓപ്പൺ ചെയ്യണം. Your closed opportunities have to be reopened. അടഞ്ഞുപോയ നിന്റെ സാധ്യതകളും റീഓപ്പൺ ചെയ്യണം. അത് നമ്മുടെ അപ്പച്ചൻ ആ ബലമുള്ള കാര്യങ്ങളെ ഏൽപ്പിച്ച് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.